afternoon. Good afternoon, ma'am. Good afternoon. Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. ഫുഡൊക്കെ കഴിച്ചോ? കഴിച്ചു. ഇല്ല, കഴിച്ചില്ല. കഴിക്കാത്തവരുണ്ടല്ലോ. എന്താണ് കഴിക്കാത്ത? ആരെങ്കിലും ഷഫീഖെ? ഇത്രയും നേരമായല്ലോ. വിശപ്പില്ലായിരുന്നു, ക്ലാസ് കണ്ടിട്ട് കഴിക്കാന്ന് വിചാരിച്ചു. എന്താണ്? മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ഡിഫിക്കൽട്ട് ഒന്നും അല്ലല്ലോ? ചെയ്യാൻ കിട്ടുന്നില്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ റീഹാബിലിറ്റേഷൻ വരെയാണ് പറഞ്ഞു നിർത്തിയത്. അതെ. ഓക്കെ, അപ്പൊ നമുക്ക് അതിനെ കണ്ടിന്യൂ ചെയ്യാം. മൈക്ക് ഓഫ് ആക്കുവാണ് കേട്ടോ. ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഓക്കെ, നോക്കിക്കോളൂ. ഒബ്ജക്റ്റീവ്സ് ഓഫ് OPD കേട്ടോ. നെക്സ്റ്റ് നമ്മൾ എടുക്കുന്നതാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് OPD. ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഒബ്ജക്റ്റീവ്സ് എന്താ മീനിങ് അതിന്റെ? ഒബ്ജക്റ്റീവ്സിന്റെ ഒന്ന് കമന്റ് ചെയ്ത് മീനിങ്. ഒബ്ജക്റ്റീവ്സ് എന്താ? ലക്ഷ്യങ്ങൾ അല്ലേ? ലക്ഷ്യങ്ങളാണ്. അപ്പൊ OPD അഥവാ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ലക്ഷ്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി പറയാനായിട്ട് പോകുന്നത്. അപ്പൊ ഫസ്റ്റ് തന്നെ പറയുന്നത് പ്രൊവൈഡിങ് ക്വാളിറ്റി ഓഫ് കെയർ ആണ്. പ്രൊവൈഡിങ് ക്വാളിറ്റി ഓഫ് കെയർ, ഗുണമേന്മയുള്ള ചികിത്സ നൽകുക. ഒരു OPDയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാല് അതിലത്തെ ആദ്യത്തെ പോയിന്റ് ആയിട്ട് വരുന്നതാണ് OPD, അതായത് വരുന്ന പേഷ്യൻസിന് ഗുണമേന്മയുള്ള ചികിത്സ നൽകുക. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് മോഡേൺ ടെക്നിക്സ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ്. മോഡേൺ ടെക്നിക്സ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ആധുനികമായിട്ടുള്ള ചികിത്സാ രീതികൾ ഉപയോഗിക്കുക. നമുക്കറിയാം, ഒരു ഹോസ്പിറ്റലില് പേഷ്യൻസ് വരുന്നത് വളരെയധികം വിശ്വാസത്തോടു കൂടിയും അതുപോലെ തന്നെ എന്താ പറയാ നല്ല രീതിയിൽ ട്രസ്റ്റോട് കൂടിയിട്ടാണ് പേഷ്യൻസ് വരുന്നത്. അപ്പൊ അവർക്ക് നല്ല രീതിയിൽ ഗുണമേന്മയുള്ള ഒരു കെയർ കൊടുക്കാന്നുള്ളത് OPDയുടെ ലക്ഷ്യമാണ്. അതുപോലെ തന്നെ ആധുനിക രീതികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള
ചികിത്സാ സംവിധാനങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതും OPDയുടെ ലക്ഷ്യമായിട്ടാണ് വരുന്നത്. Then മൂന്നാമത്തെ പോയിന്റ്, ഫെസിലിറ്റീസ് ഫോർ ടോട്ടൽ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. രോഗികളുടെ സംതൃപ്തിക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. നമുക്കറിയാം പേഷ്യൻസ് എപ്പോഴും ഭയങ്കര വീക്കായിട്ടായിരിക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ടാവും ക്ലാസ്സിൽ, മെന്റലി ഫിസിക്കലി വീക്കായിട്ടാണ് പേഷ്യൻസ് വരിക. അപ്പൊ പേഷ്യൻസ് തിരിച്ചു പോകുന്നത് അങ്ങനെ ആയിരിക്കരുത്. കുറച്ചെങ്കിലും സ്റ്റേബിൾ ആയിട്ട് വേണം ആര് പോകാനായിട്ട്, പേഷ്യൻസ് തിരിച്ചു പോകാൻ. അപ്പോ അതിനെയാണ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. വരുന്ന പോലെ ആയിരിക്കരുത് തിരിച്ചു പോകുന്നത്. കുറച്ചെങ്കിലും അവർക്ക് എന്ത് വേണം, കോൺഫിഡൻസ് വേണം, അതുപോലെ തന്നെ അവരുടെ മനോധൈര്യം വർദ്ധിക്കണം. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ട്, ഇതിനൊക്കെയാണ് നമ്മള് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആകുക എന്നുള്ളത്, അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതും OPDയുടെ ഒബ്ജക്റ്റീവ് ആയിട്ടാണ് വരുന്നത്. Then next one, good public relation. അതായത് നല്ല രീതിയിൽ എന്താ പറയാ, ഒരു രോഗികളുടെ എന്താ പറയാ നല്ല രീതിയിൽ ഒരു കോണ്ടാക്ട് ഉണ്ടാവുക. അപ്പൊ പേഷ്യൻസ് ആയാലും ഹോസ്പിറ്റൽ ആയാലും അവര് തമ്മിൽ നല്ല രീതിയിൽ ഒരു ഇന്ററാക്ഷൻ ഉണ്ടാവുക, എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കുക. അപ്പൊ ഒരു പബ്ലിക് റിലേഷൻ കീപ്പ് ചെയ്യാതെ എന്നുള്ളത് ഒരു OPDയുടെ ഒബ്ജക്റ്റീവ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഈ 4 കാര്യങ്ങളുമാണ് പ്രധാനമായിട്ടും OPDയുടെ ഒബ്ജക്റ്റീവ് കേട്ടോ. നല്ല രീതിയിൽ ഗുണമേന്മയുള്ള ചികിത്സ കൊടുക്കുക, ചികിത്സയിലെ ആധുനിക സംവിധാന രീതികൾ ഉപയോഗിക്കുക, പേഷ്യന്റ് സംതൃപ്തി, അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക, നല്ലൊരു പബ്ലിക് റിലേഷൻ ഉണ്ടാവുക. ക്ലിയർ ആണോ? ഓക്കെ ആണോ? The next one, the scope of OPD includes the following. അതായത് OPDയുടെ പരിധിക്കുള്ളിൽ വരുന്ന കാര്യങ്ങളാണ് ഇനി ഞാൻ പറയാനായിട്ട് പോകുന്നത് കേട്ടോ. OPDയുടെ പരിധിക്കുള്ളിൽ വരുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ആദ്യത്തേതെന്ന് പറയുന്നത് കൺസൾട്ടേഷൻ ആണ്. കൺസൾട്ടേഷൻ നമുക്കറിയാം, OPDയിലാണ് ഡോക്ടറെ നമ്മൾ കൺസൾട്ട് ചെയ്യുക അല്ലെ. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ ചെന്നല്ലേ നമ്മൾ ഡോക്ടറെ കാണാം. അപ്പോ കൺസൾട്ടേഷൻ, അതുപോലെ തന്നെ ഇൻവെസ്റ്റിഗേഷൻ, അതായത് പലതരത്തിലുള്ള പരിശോധനകളും എവിടെ ലഭ്യമാണ്, OPDയിൽ ലഭ്യമാണ് കേട്ടോ. അപ്പൊ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് പരിശോധനകളാണ് കേട്ടോ. ഓക്കെ, പ്രൊസീജിയേഴ്സ്, പലതരത്തിലുള്ള പ്രൊസീജിയേഴ്സും എവിടെ നടക്കുന്നുണ്ട്, OPDയിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അതായത് സ്പെഷ്യൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകള്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എവിടെ അവൈലബിൾ ആണ്, OPDയിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ കൺസൾട്ടേഷൻ ഉണ്ട്, ഇൻവെസ്റ്റിഗേഷൻ, പ്രൊസീജിയേഴ്സ്, സ്പെഷ്യാലിറ്റി സർവീസസ്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പ്രിവെന്റീവ് ആൻഡ് പ്രൊമോട്ടീവ് ഹെൽത്ത് കെയർ ക്ലിനിക് വിച്ച് ഇൻക്ലൂഡ് ഡയബറ്റിക് ആന്റിനേറ്റൽ. ഇവിടെ പറയുന്നത് രോഗപ്രതിരോധവും ആരോഗ്യ പരിചരണവും ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ഓക്കെ, അതായത് പ്രിവെന്റീവ് ആയിട്ടും പ്രൊമോട്ടീവ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ OPDയുടെ പരിധിക്കുള്ളിൽ വരുന്ന കാര്യമാണ്. അവിടെ വരുന്ന ഓരോ പേഷ്യൻസിനും നല്ല രീതിയിലുള്ള ഒരു പരിചരണം കൊടുക്കുക, അതുപോലെ തന്നെ അവരുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, അതിനനുസരിച്ചുള്ള അറ്റൻഷൻ കൊടുക്കുക. ഇതൊക്കെ എന്താണ്, പ്രിവെന്റീവ് ആൻഡ് പ്രൊമോട്ടീവ് ഹെൽത്ത് കെയറിൽ വരുന്നതാണ്. അപ്പൊ ഈ പ്രിവെന്റീവ് ആൻഡ് പ്രൊമോട്ടീവ് ഹെൽത്ത് കെയറിന് ഉദാഹരണമായിട്ട് ഇവിടെ 2 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. 2 ക്ലിനിക്കുകളെ പറ്റി പറയുന്നുണ്ട്. ഒന്നാണ് ഡയബറ്റിക് ക്ലിനിക്ക്, മറ്റൊന്നാണ് ആന്റിനേറ്റൽ. എന്താണ് ഡയബറ്റിക് ക്ലിനിക്ക്? ഡയബറ്റിക് ക്ലിനിക്ക് എന്താ, നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ഡയബറ്റിക് ക്ലിനിക്ക് കാണാനായിട്ട് സാധിക്കും. കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ഇത് പ്രിവെന്റീവ് ആൻഡ് പ്രൊമോട്ടീവ് ഹെൽത്ത് കെയറിന്റെ ഭാഗമായിട്ട് OPD കൊടുക്കുന്ന സേവനമാണ്. ഷുഗർ പേഷ്യൻസിന് മാത്രമാണ് അല്ലെ, ഓൺലി ഷുഗർ പേഷ്യൻസ് അല്ലെ. അവരെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുന്നതിനും അവരുടെ എന്താ പറയാ ഷുഗർ ലെവലൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടും ഒക്കെയാണ് ഡയബറ്റിക് ക്ലിനിക്ക് പ്രവർത്തിക്കുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ ഒന്നാണ് ആന്റിനേറ്റൽ. ആന്റിനേറ്റൽ ക്ലിനിക്ക് എന്താ? ആന്റിനേറ്റൽ ക്ലിനിക്ക് എന്തുമായി ബന്ധപ്പെട്ടതാ? ആന്റിനേറ്റൽ ക്ലിനിക്ക്
കേട്ടിട്ടുണ്ടോ? ആ, വെരി ഗുഡ്. സൗമ്യ സജിത്ത് പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. ഓക്കെ, പ്രഗ്നൻസി കെയർ ആണ് കേട്ടോ. അതായത് ഗർഭിണികൾക്ക് ആവശ്യത്തിനുള്ള പരിചരണം കൊടുക്കുക. ഓക്കെ, ഗർഭപരിചരണം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലിനിക്കാണെന്ത് ഈ ഒരു ആന്റിനേറ്റൽ ക്ലിനിക് എന്ന് പറയുന്നത്. ആന്റിനേറ്റൽ ക്ലിനിക്കില് ശരിക്കും പറഞ്ഞാല് ഗർഭിണികളുടെ എന്താ പറയുക വൈറ്റൽസ്, അതുപോലെ തന്നെ ഗർഭസ്ഥ ശിശുവിന്റെ ഒബ്സർവേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തപ്പെടുന്നത് ആന്റിനേറ്റൽ ക്ലിനിക്കിലാണ്. അപ്പോ ഇതും OPD-യുടെ പരിധിക്കുള്ളിൽ വരുന്നതാണ് കേട്ടോ. ദെൻ മൂന്നാമത്തേതാണ് റിഹാബിലിറ്റേഷൻ സർവീസസ്. റിഹാബിലിറ്റേഷൻ സർവീസ് എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിൽ പറയുന്നുണ്ട്. ഒന്ന് ഫിസിയോതെറാപ്പി പറയുന്നുണ്ട്, മറ്റൊന്ന് ഓക്യുപേഷണൽ തെറാപ്പി പറയുന്നുണ്ട്. അപ്പൊ റിഹാബിലിറ്റേഷൻ സർവീസസ് എന്ന് പറയുന്നത് പുനരധിവാസമാണ്. അതായത് മെന്റലി ഫിസിക്കലി വീക്ക് ആയിട്ടുള്ള പേഷ്യൻസിനെ മുമ്പ്, അതായത് അവര് മുമ്പ് എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ സ്റ്റേബിൾ ആക്കുന്നതാണ് എന്ത് റിഹാബിലിറ്റേഷൻ സർവീസ്. അവരെ പുനരധിവസിപ്പിക്കുക. എങ്ങനെയാണ് അവർ മുമ്പ് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ആക്കുക എന്നുള്ളതാണ് റിഹാബിലിറ്റേഷൻ സർവീസസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതില് ആദ്യത്തേതാണ് ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത്, അല്ലെ? ഫിസിയോതെറാപ്പി കേട്ടിട്ടുണ്ടാവും, പലവരും ചെയ്തിട്ടുണ്ടാകും. എന്താണ് ഫിസിയോതെറാപ്പി? എന്താണ് അതിന്റെ ഗുണങ്ങൾ ഒന്ന് പറയാമോ? കമന്റ് ചെയ്യാമോ? എന്തിനാണ് ഫിസിയോതെറാപ്പി ചെയ്യുന്നത്? അതൊരു റിഹാബിലിറ്റേഷൻ സർവീസ് ആയിട്ടാണ് ഇവിടെ കണക്കാക്കുന്നത്. എന്തിനാണ് ഫിസിയോതെറാപ്പി ചെയ്യുന്നത്? പെയിൻ കുറയ്ക്കാനായിട്ട് സഹായിക്കും അല്ലെ? പെയിൻ കുറയും. ഓക്കെ, അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ, നമ്മുടെ ബോഡിയുടെ പലതരത്തിലുള്ള പെയിനുകൾ, വേദനകൾ കുറയ്ക്കാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ മൂവ്മെന്റിനെ സഹായിക്കുന്നു, ചലനത്തെ സഹായിക്കുന്നു, ഇല്ലേ? ബോഡിയുടെ മൂവ്മെന്റ് അഥവാ ചലനത്തെ സഹായിക്കുന്നില്ലേ ഫിസിയോതെറാപ്പി? ചലിക്കാൻ പറ്റാത്ത ബോഡി പാർട്സിനെ ചലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഫിസിയോതെറാപ്പിയാണ് ഉപയോഗിക്കുന്നത്. തളർന്നു പോയവരൊക്കെ ഓക്കെ ആക്കുന്നു അല്ലെ? ഫിസിയോതെറാപ്പിയിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പേഷ്യൻസിനെ സ്റ്റേബിൾ ആക്കാൻ പറ്റും അല്ലെ? ബോഡിയിലെ ഏതെങ്കിലും ഒരു പാർട്ട് തളർന്നു പോയാൽ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു ഡാമേജ് സംഭവിച്ചാല് ഫിസിയോതെറാപ്പിയിലൂടെയാണ് അത് റിക്കവർ ആയിട്ട് വരുള്ളൂ. ഓക്കെ, അപ്പോ ശരീരത്തിന്റെ വേദന കുറയ്ക്കാനും മൂവ്മെന്റ് എന്നിവയെ സഹായിക്കുന്നതാണ് എന്ത് ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത്. അപ്പൊ അടുത്തൊരു ടൈം അവിടെ കൊടുത്തിട്ടുണ്ട്, ദാറ്റ് ഈസ് ഒക്യുപേഷണൽ തെറാപ്പി. എന്താണ് ഒക്യുപേഷണൽ തെറാപ്പി? വാട്ട് ഈസ് മീൻഡ് ബൈ ഒക്യുപേഷണൽ തെറാപ്പി? അത് കേട്ടിട്ടുണ്ടോ? ഒക്യുപേഷണൽ തെറാപ്പി കേട്ടിട്ടുണ്ടോ? ഇല്ല. അതൊന്ന് എഴുതിയെടുത്തോളൂ കേട്ടോ. നിങ്ങള് ജസ്റ്റ് മലയാളത്തിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ, പറഞ്ഞു തരാം. എഴുതിക്കോളൂ. രോഗം, രോഗം, പരിക്ക്, എന്തെങ്കിലും ഒരു ഡിസീസ് അല്ലെങ്കിൽ ഇഞ്ചുറി കേട്ടോ. പരിക്ക്, വൈകല്യം, ഡിസബിലിറ്റീസ്, ഡിസബിലിറ്റീസ് മുതലായവ കാരണം ദൈനംദിന പ്രവർത്തനങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് സഹായിക്കുന്നതാണ് ഒക്യുപേഷണൽ തെറാപ്പി. രോഗം, പരിക്ക്, ഡിസബിലിറ്റി, വൈകല്യങ്ങൾ, ദാറ്റ് മീൻസ് ഡിസീസ്, ഇഞ്ചുറീസ് ആൻഡ് ഡിസബിലിറ്റീസ്. ഓക്കെ, മുതലായവ കാരണം ദൈനംദിന പ്രവർത്തനങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരെ സഹായിക്കുന്നതാണ് ഒക്യുപേഷണൽ തെറാപ്പി. ഓക്കെ, അതായത് ഫിസിയോതെറാപ്പി പോലെ തന്നെയാണ്. പക്ഷെ
ഈ ഒക്യുപേഷണൽ തെറാപ്പിയിൽ ഒരു കാര്യം കൂടി ആഡ് ആവുന്നുണ്ട് എക്സ്ട്രാ. അതായത് മാനസികമായിട്ടുള്ള റിക്കവറി കൂടി എന്തിൽ വരുന്നുണ്ട്, ഒക്യുപേഷണൽ തെറാപ്പിയിൽ വരുന്നുണ്ട് കേട്ടോ. ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനാണ് എന്ത് കൊടുക്കുന്നത്, തെറാപ്പി കൊടുക്കുന്നത്. പക്ഷെ ഒക്യുപേഷണൽ തെറാപ്പിയിൽ നമ്മുടെ മൈൻഡും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്കിപ്പോ ഡേ ടു ഡേ ലൈഫിലെ കാര്യങ്ങൾ നമുക്കിപ്പോ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ, പല്ല് തേക്കാൻ സാധിക്കുന്നില്ല, കുളിക്കാൻ സാധിക്കുന്നില്ല, ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നില്ല, എഴുതാൻ സാധിക്കുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിനെ സഹായിക്കുന്നതാണ് എന്ത്, ഒക്യുപേഷണൽ തെറാപ്പി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? നെക്സ്റ്റ് വൺ ഹെൽത്ത് എഡ്യൂക്കേഷൻ ആണ് കേട്ടോ. ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ആരോഗ്യ വിദ്യാഭ്യാസമാണ്. ആരോഗ്യ വിദ്യാഭ്യാസം അതെന്താണ് നമുക്ക് നോക്കാം. ഓക്കെ, അതായത് ഹോസ്പിറ്റൽ എന്ത് ചെയ്യുന്നുണ്ട്, ധാരാളം റെസ്പോൺസിബിലിറ്റി ചെയ്യുന്നുണ്ട്, അവർക്ക് ധാരാളം ഉത്തരവാദിത്തങ്ങളുണ്ട്. അതില് അവരുടെ ഒരു ഡ്യൂട്ടിയാണ് ഈ ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അതായത് ആളുകളെ അവെയർ ചെയ്യുക, പേഷ്യൻസിനെ ആയാലും അവിടെ വരുന്ന ആളുകളെ ആരൊക്കെ ആയാലും അവരെ ബോധവൽക്കരിക്കുക എന്നുള്ളത് ഹോസ്പിറ്റലിന്റെ ഒരു ഡ്യൂട്ടിയാണ്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ OPDയുടെ ഒരു പരിധിയിൽ വരുന്ന കാര്യമാണ്. ഈ ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഹോസ്പിറ്റലൊക്കെ ചെല്ലുന്ന സമയത്ത് പലതരത്തിലുള്ള നോട്ടീസുകളും അല്ലെങ്കിൽ പലതരത്തിലുള്ള പോസ്റ്റേഴ്സ് ഒക്കെ നമുക്ക് ഭിത്തിയിലൊക്കെ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഹോസ്പിറ്റലിൽ ചെല്ലുന്ന സമയത്ത് കുറെ കാര്യങ്ങൾ അവിടെ ഒട്ടിച്ചു വെക്കാം അല്ലെ, പലതരത്തിലുള്ള നോട്ടീസ് ബോർഡുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാം അല്ലെ. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ കൊറോണ വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്ന ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് നമുക്കറിയാം, എന്താണ്, മാസ്ക് കറക്റ്റ് ആയിട്ട് ധരിക്കുക അല്ലെ, മാസ്ക് ധരിക്കുക, അതൊരു ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ടാണ്. അതുപോലെ തന്നെ സാനിറ്റൈസർ ഉപയോഗിക്കുക ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ കൈ നന്നായിട്ട് കഴുകുക, ഹാൻഡ് വാഷ് ടെക്നിക്കുകൾ ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടാകും, ഭിത്തിയിൽ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടാകും. ഇതൊക്കെ എന്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്, ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. പ്രധാനമായിട്ടും ഹോസ്പിറ്റലിന്റെ OPD ഏരിയയിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഫ്ലെക്സുകളും മറ്റൊക്കെ നമ്മൾ കാണാം. ഓക്കെ, അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്, ആളുകളെ അല്ലെങ്കിൽ രോഗികളെ അവെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രധാനമായിട്ടും ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് നിങ്ങളൊന്ന് റീഡ് ചെയ്യുമല്ലോ, ലൊക്കേഷൻ ഓഫ് OPD മുതല് ആ എക്യുപ്മെന്റുകൾ വരെ ഒന്ന് റീഡ് ചെയ്യൂ. ആ ബോക്സ് ഉണ്ടല്ലോ, കോളം, അതുവരെ ഒന്ന് റീഡ് ചെയ്യൂ. ഇനി ടെക്സ്റ്റ് കിട്ടാത്തവരാരെങ്കിലും ഉണ്ടോ? ഓക്കെ, ഉണ്ടല്ലേ. ഓക്കെ, അപ്പൊ നിങ്ങളൊക്കെ വായിക്കൂ കേട്ടോ. PDF കാണാൻ പറ്റുന്നില്ലേ വലുതായിട്ട്? ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റുന്നില്ലേ? ആ,
റീഡ് ചെയ്തതിന് ശേഷം കമ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, സ്ക്രോൾ ചെയ്യണം അല്ലേ? മതിയോ? കഴിഞ്ഞോ? വായിച്ചു കഴിഞ്ഞോ? ഓക്കെ, നോക്കിയ നിങ്ങള് ഹെഡിങ് വന്നിരിക്കുന്നത് ലൊക്കേഷൻ ഓഫ് ഒ പി ഡി ആണ് കേട്ടോ. ഒ പി ഡിയുടെ സ്ഥാനം എവിടെയാണെന്നാണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഓൺ ഗ്രൗണ്ട് ഫ്ലോർ. ഓക്കെ, അതായത് ഒ പി ഡി വരുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം എന്നാണ് പറയുന്നത്. അതായത് ഏറ്റവും താഴത്തെ നിലയിലാണ്, അല്ലെങ്കിൽ ഏറ്റവും താഴെയായിട്ടാണ് എന്ത് വരുന്നത്, ഒ പി ഡിയുടെ സ്ഥാനം വരുന്നത്. മുകളിൽ കൊണ്ടുപോയി ഒരിക്കലും എന്ത് വെക്കില്ല, ഒ പി ഡി വെക്കില്ല. കാരണം എന്താ, ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലും അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഫ്ലോറിലൊക്കെ കൊണ്ടുപോയി ഒ പി ഡി വെക്കാമോ? വെക്കോ? ആളുകൾക്ക് പെട്ടെന്ന് ആക്സസ് ഉള്ളത് എങ്ങോട്ടാ? ഗ്രൗണ്ട് ഫ്ലോറിലല്ലേ? ഓക്കെ, അതുകൊണ്ട് തന്നെ ഒ പി ഡിയുടെ സ്ഥാനം ഗ്രൗണ്ട് ഫ്ലോറിലാണ്. ആർക്കും പെട്ടെന്ന് ആക്സസ് ചെയ്യാവുന്ന രീതിയിലാണ് ഒ പി ഡിയുടെ ലൊക്കേഷൻ വരിക. അതുകൊണ്ട് തന്നെ അത് ഗ്രൗണ്ട് ഫ്ലോറിൽ ആയിരിക്കും. Then should share with the IPD diagnostic and therapeutic facilities. അതുപോലെ തന്നെ ഒ പി ഡി എന്ന് പറയുന്നത് ഐ പി ഡിയുമായി ഷെയർ ചെയ്യുന്നതായിരിക്കണം. ഐ പി ഡി മീൻസ് എന്താ? ഇൻ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, അഥവാ രോഗികളെ കിടത്തുന്ന ഏരിയ ആണെന്ത്, ഐ പി ഡി എന്ന് പറയുന്നത്. അപ്പൊ അതുമായിട്ട് ഷെയർ ചെയ്തിരിക്കണം. ഒ പി ഡി എന്ന് പറയുന്നത് ഐ പി ഡിയുമായിട്ടും അതുപോലെ തന്നെ രോഗനിർണയം അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷന്റെ ഏരിയ, ലബോറട്ടറി, അതുപോലെ തന്നെ ചികിത്സാപരമായിട്ടുള്ള സൗകര്യങ്ങൾ കൊടുക്കുന്ന ഏരിയകളൊക്കെ ഉണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ ഇഞ്ചക്ഷൻ കൊടുക്കുന്ന റൂം, അതുപോലെ തന്നെ നെബുലൈസ് ചെയ്യിക്കുന്ന റൂം, ഇതൊക്കെ ആയിട്ട് കണക്റ്റഡ് ആയിരിക്കണം എന്ത്, ഒ പി ഡി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ തെറാപ്യൂട്ടിക് ചികിത്സാപരമായിട്ടുള്ളതും രോഗനിർണയപരമായിട്ടുള്ളതുമായിട്ടുള്ള സൗകര്യങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കണം എന്ത്, ഈ ഒരു ഒ പി ഡി എന്ന് പറയുന്നത്. അപ്പൊ ഒ പി ഡിയുടെ അരികിൽ തന്നെ ആയിരിക്കും ചിലപ്പോൾ എന്തുണ്ടാവുക, ഐ പി ഡി ഉണ്ടാവുക. അതിനടുത്തായിരിക്കും ചിലപ്പോ ഇഞ്ചക്ഷൻ റൂം ഉണ്ടാവുക. അതിനടുത്ത് ചിലപ്പോ ലബോറട്ടറി ഉണ്ടാവും. ഓക്കെ, അപ്പോ അത്തരത്തിൽ ഷെയർ ചെയ്യുന്നതായിരിക്കണം ഒ പി ഡി. മൂന്നാമത്തേതാണ് യൂണിഡിറക്ഷണൽ ഫ്ലോ. ഈ ഒരു
ഇതിനെ കുറിച്ച് ടേമിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? യൂണിഡയറക്ഷണൽ ഫ്ലോ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? യൂണിഡയറക്ഷണൽ ഫ്ലോ ആരും കേട്ടിട്ടില്ല? എന്നാലും ഒന്ന് ഗസ് ചെയ്യാമോ എന്തായിരിക്കും യൂണിഡയറക്ഷണൽ ഫ്ലോ? ഇല്ല, അല്ല ബാത്റൂമില്ല കേട്ടോ. യൂണിഡയറക്ഷണൽ ഫ്ലോ എന്ന് പറഞ്ഞാല് ഒരേ ഡയറക്ഷനിൽ മാത്രം മുന്നോട്ട് പോകുന്ന രീതിയാണ് കേട്ടോ. ബ്ലഡ് ബാങ്ക് അല്ല, സെയിം ഡയറക്ഷൻ, ഒരേ ഡയറക്ഷനിൽ മാത്രം മുന്നോട്ട് പോകുന്ന രീതിയെയാണ് യൂണിഡയറക്ഷണൽ ഫ്ലോ എന്ന് പറയുന്നത് കേട്ടോ. സെയിം ഡയറക്ഷൻ. ഓക്കെ, അതായത് ഒരേ ഡയറക്ഷനിലൂടെ മാത്രമായിരിക്കും പോവുക. അതിനൊരു നിശ്ചിതമായിട്ടുള്ള ഒരു പാറ്റേൺ ഉണ്ടാകും. ആദ്യം, രണ്ടാമത്, മൂന്നാമത്, നാലാമത്, അങ്ങനെ ഒരേ ദിശയിലൂടെ മാത്രമായിരിക്കും എന്ത് പോവുക, ഈ ഫ്ലോ പോവുക. ദാറ്റ് ഈസ് യൂണിഡയറക്ഷണൽ ഫ്ലോ. നിങ്ങൾക്ക് ഞാൻ സിമ്പിൾ ആയിട്ട് ഇത് വിശദീകരിച്ചു തരാം. അതായത് നമ്മൾ ആദ്യം ഹോസ്പിറ്റലിൽ ചെന്നു എന്ന് വിചാരിക്കുക. നമ്മൾ എന്തെങ്കിലും അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ പോയി എന്ന് വിചാരിക്കുക. നമ്മൾ ആദ്യം ചെല്ലുന്ന ഏരിയ ഏതാണ്? ആദ്യം ചെല്ലുന്ന ഏരിയ ഏതായിരിക്കും? ആരും ഹോസ്പിറ്റലിൽ പോയിട്ടില്ലേ? ആദ്യം എവിടെയാ ചെല്ലുക? കമന്റ് ചെയ്യൂ. ആദ്യം എവിടെയാ ചെല്ലുക ഹോസ്പിറ്റലിന്റെ? റിസപ്ഷൻ. റിസപ്ഷനിലാണ് നമ്മൾ ആദ്യം ചെയ്യുക അല്ലേ? ഓക്കെ, ദെൻ റിസപ്ഷനിൽ ചെന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? എന്താ ചെയ്യാം? നമ്മുടെ പേരും നമ്മുടെ അഡ്രസ്, ഫോൺ നമ്പർ, ഏജ് ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യും അല്ലേ? രജിസ്ട്രേഷന് ശേഷമായിരിക്കും നമ്മൾ എന്ത് ചെയ്യാം? ഡോക്ടറെ കാണാനായിട്ട് പോവുക. ഓക്കെ, ദെൻ ഡോക്ടറെ കണ്ടു കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ മെഡിസിൻ മേടിക്കുന്നത്. ഓക്കെ, ദെൻ മെഡിസിൻ മേടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോകും. ഓക്കെ, ഇതാണ് യൂണിഡയറക്ഷണൽ ഫ്ലോ. നിങ്ങൾ ഒന്നൊന്ന് ഓപ്പോസിറ്റ് ആയിട്ട് ചിന്തിച്ചു നോക്കിയേ. ഞാൻ പറഞ്ഞതിന്റെ നേർവിപരീതം. ആദ്യം നമ്മൾ റിസപ്ഷനിൽ ചെല്ലുന്നു, രജിസ്ട്രേഷൻ ചെയ്യുന്നു, എന്നിട്ട് ഫാർമസിയിൽ പോകുന്നു, പിന്നീട് ഡോക്ടറെ കാണുന്നു, അതിനുശേഷം ടെസ്റ്റുകൾ നടത്തുന്നു. ഈ ഒരു ഫ്ലോ ഹോസ്പിറ്റലിൽ നമുക്ക് കാണാൻ പറ്റുമോ? നിങ്ങൾ തന്നെ പറയൂ. ഒരിക്കലും കാണാൻ പറ്റില്ല. ഇതൊരിക്കലും നടക്കില്ല അല്ലേ? ഓക്കെ, അപ്പൊ ഇതാണ് യൂണിഡയറക്ഷണൽ ഫ്ലോ. അതായത് എല്ലാത്തിനും ഒരു സ്റ്റെപ്പ് ഉണ്ട്. അതായത് ഒന്ന് കഴിഞ്ഞിട്ടാണ് അടുത്തത്, അതിനുശേഷം നെക്സ്റ്റ്. ഒരിക്കലും നമ്മൾ ആദ്യം ഹോസ്പിറ്റലിൽ ചെന്നിട്ട് രജിസ്റ്റർ ചെയ്യാതെ ഡോക്ടറെ കാണില്ല. ഡോക്ടറെ കാണാതെ നമ്മൾ മരുന്ന് മേടിക്കില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ നേരെ റിവൈസ് ചെയ്തിട്ട് ചിന്തിക്കുക. ഹോസ്പിറ്റലിൽ ചെല്ലുന്നു, മരുന്ന് മേടിക്കുന്നു, ഡോക്ടറെ കാണുന്നു, രജിസ്റ്റർ ചെയ്യുന്നു. അതൊരിക്കലും എവിടെ നടക്കില്ല? ഹോസ്പിറ്റലിൽ നടക്കില്ല. അപ്പൊ ഹോസ്പിറ്റലിൽ ഒരു ഫ്ലോ ഉണ്ട്, ദാറ്റ് ഈസ് യൂണിഡയറക്ഷണൽ ഫ്ലോ. അതിന്റെ ഡീറ്റെയിൽസ് കുറച്ചും കൂടി താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലായി. ഇപ്പൊ ഓക്കെ അല്ലേ എല്ലാവർക്കും? എന്താണ് യൂണിഡയറക്ഷണൽ ഫ്ലോ എന്ന് മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വണ്ണാണ് സ്കോപ്പ് ഓഫ് എക്സ്പാൻഷൻ. അതായത് നല്ല രീതിയിൽ വിസ്തൃതി ഉണ്ടാകും. നമുക്കറിയാം നല്ല രീതിയിൽ ഏരിയ ഉണ്ടാവും അവിടെ. OPD എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി എക്സ്പാൻഡഡ് ആയിട്ടുള്ള ഏരിയ ആയിരിക്കും അല്ലെ? വിശാലമായിട്ടുള്ള ഏരിയ ആവില്ലേ OPDയുടെ? ദാറ്റ് ഈസ് സ്കോപ്പ് ഓഫ് എക്സ്പാൻഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. OPDയെ 3 രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് പേഷ്യന്റ് ഏരിയ, മറ്റൊന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ, വേറൊന്ന് ക്ലിനിക്കൽ ഏരിയ. അപ്പൊ OPDയുടെ ഭാഗങ്ങളെ തന്നെയാണ് പേഷ്യന്റ് ഏരിയ എന്നും അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ എന്നും ക്ലിനിക്കൽ ഏരിയ എന്നും തരംതിരിച്ചിട്ടുള്ളത്. അപ്പൊ അതിലൊന്നിൽ വരുന്നതാണ് പേഷ്യന്റ് ഏരിയ. ഓക്കെ, അപ്പൊ പേഷ്യന്റ് ഏരിയയുടെ അണ്ടറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ വരുന്നത് പേഷ്യന്റ് ഏരിയയിൽ വരുന്നതാണ് എൻട്രൻസ്. ഓക്കെ, എൻട്രൻസ് പേഷ്യന്റ് ഏരിയയുടെ ഭാഗമായിട്ട് വരുന്നു.
ദെൻ രണ്ടാമതാണ് റിസപ്ഷൻ. ഹോസ്പിറ്റലിൽ നമ്മൾ റിസപ്ഷൻ കാണില്ലേ, അത് പേഷ്യന്റ് ഏരിയയുടെ ഭാഗമായിട്ടാണ് വരുന്നത്. രജിസ്ട്രേഷൻ പേഷ്യന്റ് ഏരിയ. റെക്കോർഡ് റൂം എന്ന് പറഞ്ഞാൽ ഫയലുകളൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന റൂമാണ് കേട്ടോ. പേഷ്യന്റിന്റെ ഫയൽസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഫിറ്റ് ചെയ്തിരിക്കുന്ന റൂമാണ് റെക്കോർഡ് റൂം. പിന്നെ അതുപോലെ തന്നെ വെയിറ്റിംഗ് ഏരിയ. പേഷ്യൻസ് ആയാലും അവരുടെ കൂടെ വരുന്ന ആളുകളായാലും വെയിറ്റ് ചെയ്യുന്നത് വെയിറ്റിംഗ് ഏരിയയിലാണ്. പിന്നെ സ്നാക്ക് ബാർ ഉണ്ടാകും. അതായത് ചില ഹോസ്പിറ്റലിൽ നമുക്ക് അറിയാം പേഷ്യന്റ് ഏരിയയോടനുബന്ധിച്ച് ചായ കുടിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാകും. ചില സാധനങ്ങളൊക്കെ വിൽക്കുന്നതൊക്കെ കാണാനായിട്ട് പറ്റും. ഇല്ലേ, കണ്ടിട്ടില്ലേ OPD-യുടെ ഭാഗത്ത്? പിന്നെ ATM മെഷീൻ ഉണ്ടാകും. ചില വലിയ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ ATM മെഷീൻ ഒക്കെ വെച്ചിട്ടുണ്ടാകും. അപ്പൊ അതിനുള്ള സൗകര്യം പേഷ്യന്റ് ഏരിയയിൽ ഉണ്ട്. പിന്നെ ഇനി മറ്റൊന്നാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ. അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അഡ്മിനിസ്ട്രേഷൻ പരമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്, ഭരണപരമായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, അപ്പോ അതിലൊന്നാണ് അഡ്മിനിസ്ട്രേറ്റർ ഓഫീസ്. അതായത് ധാരാളം അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ട്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ്. അവരുടെ ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയുടെ ഭാഗമായിട്ടാണ് വരുന്നത്. ഓക്കെ, പിന്നെ മറ്റൊന്നാണ് പബ്ലിക് റിലേഷൻ ഓഫീസ്. ഓക്കെ, PRO എന്ന് കേട്ടിട്ടുണ്ടോ? PRO ഇന്റർമീഡിയേറ്റർ ആണ്. ഹോസ്പിറ്റലിലും പേഷ്യന്റിന്റെ ഇടയിൽ നിൽക്കുന്ന ഇന്റർമീഡിയേറ്റർ ആണ് PRO എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, പബ്ലിക് റിലേഷൻ ഓഫീസ് അല്ലെങ്കിൽ എന്താ പറയാ, അവരുടെ ഓഫീസ് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. പിന്നെ അതുപോലെ തന്നെ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്നത്, അത് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയുടെ ഭാഗമായിട്ടാണ് വരുന്നത്, അക്കൗണ്ട് റൂം. പിന്നെ ബില്ലിംഗ് കൈകാര്യം ചെയ്യുന്നത്, ബില്ലിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏരിയ, അതൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയുടെ ഭാഗമായിട്ടാണ് വരുന്നത്. പിന്നെ സെക്യൂരിറ്റി. ഓക്കെ, മെയിൻ ആയിട്ട് സെക്യൂരിറ്റി, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് സംവിധാനങ്ങള്, അതുപോലെ സ്റ്റോർ റൂം, ഇതൊക്കെ എന്തിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്? അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയുടെ ഭാഗമായിട്ടാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ക്ലിനിക്കൽ ഏരിയ. ഓക്കെ, അതിനകത്ത് ആദ്യത്തേത് ക്ലിനിക്കൽ ഏരിയയിൽ വരുന്നതാണ് കൺസൾട്ടേഷൻ. ഡോക്ടേഴ്സിനെ നമ്മൾ കൺസൾട്ട് ചെയ്യുന്നത് ക്ലിനിക്കൽ ഏരിയയിലാണ്. പിന്നെ എക്സാമിനേഷൻ റൂം ഉണ്ട്, എക്സാമിൻ ചെയ്യാൻ അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യാനുള്ള റൂം. പിന്നെ ഡ്രസ്സിംഗ് റൂം, എന്തെങ്കിലും ഇഞ്ചുറി ഒക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ ഡ്രസ് ചെയ്യാനുള്ള റൂം. പിന്നെ ഫിസിയോതെറാപ്പി ചെയ്യാനുള്ള റൂം ഉണ്ട്. ബ്ലഡ് ബാങ്ക് ഉണ്ട്. റേഡിയോളജി, എക്സ്റേ, MRI പോലുള്ള കാര്യങ്ങളൊക്കെ എടുക്കുന്ന ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഇതൊക്കെ ക്ലിനിക്കൽ ഏരിയയുടെ ഭാഗമായിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോ നമ്മൾ ഇതിനകത്ത് നോക്കേണ്ടത് ക്ലിനിക്കൽ ഏരിയയിലെയും അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയിലെയും പേഷ്യന്റ് ഏരിയയിലെയും കാര്യങ്ങൾ ഓരോന്നായിട്ട് നോക്കി വെക്കുക. ഇതിന്റെ ഡീറ്റെയിലിംഗ് ഒന്നും ചോദിക്കില്ല, മറിച്ച് അതിനകത്ത് ഇപ്പൊ ക്ലിനിക്കൽ ഏരിയയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടാത്തത്, ആ ഒരു രീതിയിലായിരിക്കും എക്സാമിന് ചോദിക്കുക. അപ്പൊ ഇതൊന്ന് നോക്കി വെക്കണം കേട്ടോ. ക്ലിയർ ആണല്ലോ? ഇനി എടുത്ത് നോക്കിയാൽ നിങ്ങള് ഫ്ലോ പാറ്റേൺ ഓഫ് ക്ലയൻസ് ഇൻ OPD, അതായത് അവിടെ വരുന്ന ക്ലയന്റുകൾ അല്ലെങ്കിൽ പേഷ്യൻസിന്റെ ഫ്ലോ എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. എൻക്വയറി, രജിസ്ട്രേഷൻ, വെയിറ്റിംഗ് ഹാൾ, കൺസൾട്ടേഷൻ റൂം, ഇൻവെസ്റ്റിഗേഷൻ ഫെസിലിറ്റീസ്, ഫാർമസി, എക്സിറ്റ്. ഓക്കെ, എന്താ ഉദ്ദേശിക്കുന്നത്? മനസ്സിലായോ എന്തെങ്കിലും? അതായത് പേഷ്യന്റ് വരുന്നു, പേഷ്യന്റ് വന്നിട്ട് ആദ്യം എൻക്വയറി നടത്തുന്നു. അപ്പൊ നമ്മളായാലും ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഫസ്റ്റ് തന്നെ രജിസ്റ്റർ ചെയ്യില്ല അല്ലെ, ഫസ്റ്റ് തന്നെ അന്വേഷിക്കും ചില കാര്യങ്ങളെ കുറിച്ചിട്ട് അല്ലെ. എൻക്വയറി എന്ന് പറഞ്ഞാൽ അതാ, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അന്വേഷിക്കുന്നത്? അതായത് ഏതൊക്കെ ഡോക്ടേഴ്സ് ആണ് അവൈലബിൾ എന്ന് അന്വേഷിക്കും. അതുപോലെ തന്നെ എത്ര മണി തൊട്ട് എത്ര മണി വരെയാണ് ഡോക്ടർ ഉണ്ടാവാന്ന് അന്വേഷിക്കും. ഡോക്ടറുടെ ഫീസ് എത്രയാണെന്ന് അന്വേഷിക്കും അല്ലെ. അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? നമ്മള് എൻക്വയറി നടത്താറുണ്ട്. അപ്പൊ എൻക്വയറി നടത്തിയതിനു ശേഷം നമ്മൾക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമാണ് എന്ത് ചെയ്യുക, നമ്മള് രജിസ്ട്രേഷൻ ചെയ്യുക
കാരണം എന്താ, രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നമ്മൾ പൈസ കൊടുക്കണം അല്ലെ. അപ്പോ നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യും. നമ്മുടെ പേര്, മൊബൈൽ നമ്പർ, അതുപോലെ അഡ്രസ്, നമ്മുടെ ഏജ്, ജെൻഡർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യും, നമ്മൾ രജിസ്റ്റർ ചെയ്യും. രജിസ്റ്റർ ചെയ്യുന്നത് രണ്ട് വിധത്തിലുണ്ട്. ഒന്ന്, നമ്മള് അവിടെയുള്ള ഫോം നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കണം. അവരൊരു ഫോം തരും. ആ ഫോമിൽ നമ്മൾ ഫിൽ ചെയ്തിട്ട് ആ റിസപ്ഷനിലിരിക്കുന്ന ആ റിസപ്ഷനിസ്റ്റിന് നമ്മളിത് കൈമാറുന്നു. എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു, ഇത് കമ്പ്യൂട്ടറിൽ എൻ്റർ ചെയ്യുന്നു. നമ്മൾക്കൊരു പേഷ്യന്റ് ID ക്രിയേറ്റ് ചെയ്യുന്നു. അതാണ് ആദ്യത്തെ മെത്തേഡ്. ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് വലിയ വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ യൂസ് ചെയ്യുന്ന മെത്തേഡാണ്. നമ്മൾ ചെല്ലുന്ന സമയത്ത് എല്ലാവരെയും കുറിച്ച്, അതായത് ഡോക്ടേഴ്സിനെ കുറിച്ച് അന്വേഷിക്കും. അതിനുശേഷം രജിസ്റ്റർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ വലിയൊരു സ്ക്രീൻ ഉണ്ടാവും. കണ്ടിട്ടുണ്ടോ? കമ്പ്യൂട്ടർ പോലുള്ള ഒരു സ്ക്രീൻ ഉണ്ടാകും. കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ആ സ്ക്രീനിന്റെ അടുത്ത് നമ്മളെ സഹായിക്കാനായിട്ടുള്ള അസിസ്റ്റന്റുമാരുണ്ടാവും. നമ്മൾ തനിയെ ചെയ്യേണ്ട, അസിസ്റ്റൻസ് ഉണ്ട്. അവര് വരും. അവര് വന്നിട്ട് നമ്മൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ അവരുടെ സഹായം ചെയ്യാം. അവര് സഹായം ചോദിക്കാം, അവര് ചെയ്തോളൂ. അപ്പൊ നമ്മള് പേരും ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരതിനകത്ത് ടച്ച് ചെയ്തിട്ട്, അതായത് എൻ്റർ ചെയ്ത് ടച്ച് ചെയ്ത് അവിടെ സേവ് ചെയ്ത് വെക്കും. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്കൊരു പേഷ്യന്റ് ID അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. പിന്നീട് നമ്മൾ എന്ത് ചെയ്താൽ മതി, വെയിറ്റിംഗ് ഹാളിൽ ചെന്നിരുന്നാൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പറഞ്ഞ വിവരങ്ങളൊക്കെ കൊടുത്തിട്ട് നമ്മൾക്കൊരു പേഷ്യന്റ് ID ക്രിയേറ്റ് ചെയ്തു, നമ്മൾക്കൊരു ID ഉണ്ടായി അവിടെ. ഓക്കെ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു. ഇനി നമ്മൾ നേരെ പോവേണ്ടത് ഡോക്ടറെ കാണാനാണ്. ഡോക്ടറെ കാണാനായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ ചെയ്ത് അപ്പൊ തന്നെ നമുക്ക് ഡോക്ടറെ കാണാൻ പറ്റുമോ? കാണാൻ സാധിക്കുമോ? ഒരിക്കലും ഇല്ല അല്ലെ. നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം. എവിടെ? ഡോക്ടറുടെ കൺസൾട്ടേഷന് റൂമിന് പുറത്തായിട്ട് എന്ത് ചെയ്തിരിക്കണം, കുറച്ച് സമയമെങ്കിലും വെയിറ്റ് ചെയ്യണം. ഇനി വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ടോക്കൺ നമ്പർ അനുസരിച്ച് നമ്മളെ കൺസൾട്ടേഷൻ റൂമിൽ വിളിക്കും ഡോക്ടറെ കാണാനായിട്ട്. ഓക്കെ, ഇനി ഡോക്ടറെ കാണാനായിട്ട് നമ്മൾ കൺസൾട്ടേഷൻ റൂമിൽ കയറി എന്ന് വിചാരിക്കാം. നമ്മൾ കയറുമ്പോൾ രണ്ട് രീതിയിലാണ് നമ്മൾ ഡോക്ടറെ ട്രീറ്റ് ചെയ്യുക. ഒന്നെന്ന് പറഞ്ഞാല് നമ്മൾ കൺസൾട്ടേഷൻ റൂമിൽ കയറി ഡോക്ടറെ കണ്ടു, നമ്മളും ഡോക്ടറും തമ്മിൽ ഇരിക്കുവാണ്, മുഖാമുഖം ഇരിക്കുവാണ്. അപ്പൊ ഡോക്ടർ എന്തായാലും സ്റ്റെതസ്കോപ്പ് വെച്ചൊക്കെ നമ്മളെ പരിശോധിക്കും, നമ്മുടെ രോഗം എന്താണെന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ സിംറ്റംസ് പറയും അല്ലെ, എനിക്ക് തലവേദനയാണ്, ചുമയാണ്, പനിയാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് നമ്മളിലുള്ള സിംറ്റംസ് മുഴുവനും ഡോക്ടറോട് പറയും. അങ്ങനെയല്ലേ ചെയ്യാ? എല്ലാരും അങ്ങനെയല്ലേ ചെയ്യുന്നേ? ആണോ? സിംറ്റംസ് പറയും. അപ്പൊ സിംറ്റംസ് പറയുമ്പോൾ ഡോക്ടർ എന്ത് ചെയ്യും, അതൊക്കെ ആ ഫയലിൽ ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കും അല്ലെ. അങ്ങനെയാ ചെയ്യുന്നത്. ഫയലിൽ എന്ത് ചെയ്യും, നോട്ട് ചെയ്ത് പോകും. അപ്പൊ അധികം കുഴപ്പമൊന്നുമില്ല. ഡോക്ടർക്ക് സിംറ്റംസ് വെച്ചിട്ട് രോഗം പിടികിട്ടിയെങ്കിൽ ഡോക്ടർ അപ്പൊ തന്നെ പറയും, ഇന്നൊരു കാരണം കൊണ്ടാണ് ഈ രോഗം വന്നിരിക്കുന്നത്, ഈ ഒരു മരുന്ന് കഴിച്ചാൽ മതി എന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ഡോക്ടർ മരുന്ന് എഴുതി തരും. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, മരുന്ന് മേടിച്ച് വീട്ടിലോട്ട് പോകും അല്ലെ. അതാണ് ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ നോക്കിയാൽ നിങ്ങള് കൺസൾട്ടേഷൻ റൂം കഴിഞ്ഞിട്ട് ഇൻവെസ്റ്റിഗേഷൻ ഫെസിലിറ്റീസ് വരുന്നുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പരിശോധനാ സൗകര്യങ്ങളിലേക്ക് പോവാന്നുള്ളതാണ്. അതായത് നമ്മൾ സിംറ്റംസ് പറഞ്ഞു കഴിഞ്ഞിട്ടും ഡോക്ടർക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നില്ല രോഗത്തെ കുറിച്ച്. ഇപ്പൊ ഡോക്ടർ ഇങ്ങനെ ആലോചിച്ചിട്ട് പറയും, നമുക്കൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കൊരു എക്സ്റേ എടുക്കാം, അല്ലെങ്കിൽ നമുക്കൊരു MRI എടുക്കാം, അങ്ങനെ പറയും. അവിടെ ഡോക്ടർ എന്ത് ചെയ്യുന്നില്ല, മരുന്നുകൾ യാതൊന്നും എഴുതുന്നില്ല. നേരെ നമ്മളോട് പറയും, ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് വരൂ, അല്ലെങ്കിൽ എക്സ്റേ ചെയ്തിട്ട് വരൂ, അല്ലെങ്കിൽ MRI ചെയ്തിട്ട് വരൂ എന്ന് പറയും. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എങ്ങോട്ട് പോകുന്നത്, ഇൻവെസ്റ്റിഗേഷൻ ഫെസിലിറ്റീസിലോട്ട് പോകുന്നത്. കേട്ടോ? അപ്പൊ ഇൻവെസ്റ്റിഗേഷൻ ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് എന്താണ്? അത് ലബോറട്ടറി ആകാം, റേഡിയോളജി ആകാം, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതിൽ വരുന്നതാണ്, ഇൻവെസ്റ്റിഗേഷൻ ഫെസിലിറ്റീസിൽ വരുന്നതാണ്. ഓക്കെ, ഇനി ഇൻവെസ്റ്റിഗേഷൻ ഫെസിലിറ്റിയിൽ നമ്മളിപ്പോ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ എക്സ്റേ എടുത്തു, MRI എടുത്തു, അതിനുശേഷം ഈ റിസൾട്ടുമായിട്ട് എന്ത് ചെയ്യും,
നമ്മൾ വീണ്ടും ഡോക്ടറെ കാണും അല്ലെ. ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടർ അതൊക്കെ പരിശോധിച്ച് റിസൾട്ടുകളൊക്കെ പരിശോധിക്കും. എന്നിട്ട് ആയിരിക്കും എന്ത് ചെയ്യുക, ഫൈൻഡിങ്സിലെത്തുക. അതിനുശേഷമായിരിക്കും മരുന്ന് നമ്മൾക്ക് തരുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ആ പ്രിസ്ക്രിപ്ഷനുമായിട്ട് ഫാർമസിയിലോട്ട് പോകുന്നു. അവിടെയും നമുക്കൊരു ടോക്കൺ നമ്പർ ഉണ്ടാകും. നമ്മൾ അവിടെയും കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടാകും. ഫാർമസിയിൽ നിന്ന് നമ്മുടെ നമ്പർ ആകുമ്പോൾ നമുക്ക് മരുന്ന് നമ്മൾ വാങ്ങിക്കുന്നു, എന്ത് ചെയ്യുന്നു, എക്സിറ്റ് ആക്കുന്നു. ഇതാണ് ഒരു OPDയിലെ പേഷ്യന്റിന്റെ ഫ്ലോ പാറ്റേൺ എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ഇങ്ങനെ തന്നെയല്ലേ മരുന്ന് മേടിക്കുന്നേ ഹോസ്പിറ്റലിൽ നിന്ന്? ആണോ? ആ, ഏതൊരു രോഗിയായാലും ഈ ഒരു പാറ്റേണിലൂടെയാണ് എന്ത് ചെയ്യുക, ആശുപത്രിയിൽ പോകുന്നത് കേട്ടോ. അവരുടെ ഒരു ഫ്ലോ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? ഇതും എന്താണ്, ഇതൊരു യൂണി ഡയറക്ഷണൽ ഫ്ലോ ആണ് കേട്ടോ. പിന്നെ ഞാൻ അഡീഷണൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, കൺസൾട്ടേഷൻ റൂമിൽ ചെല്ലുമ്പോൾ ആദ്യം ഡോക്ടർ സിംറ്റംസ് വെച്ചിട്ട് നമ്മൾക്ക് മരുന്ന് എഴുതും. ഈ സിംറ്റംസ് വെച്ച് ഡോക്ടർക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലാണ് ഇൻവെസ്റ്റിഗേഷൻ ഫെസിലിറ്റീസിലേക്ക് വിടുക. ഓക്കെ, ബ്ലഡ് ടെസ്റ്റിന്റെ ബേസിൽ മരുന്നുകൾ എഴുതാം, എക്സ്റേയുടെ ബേസിൽ എഴുതാം, MRIയുടെ ബേസിൽ എഴുതാം. കാരണം ഡയഗ്നോസ് ചെയ്യുക, കണ്ടുപിടിക്കുമല്ലോ രോഗം എന്താണ്. അപ്പൊ ആ രീതിയിൽ എന്ത് ചെയ്യാം, മരുന്നുകൾ എഴുതാം. പിന്നീടാണ് ഫാർമസിയിലേക്ക് ചെന്ന് നമ്മൾ മരുന്ന് വാങ്ങിക്കും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് അടുത്തതിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് പലതരത്തിലുള്ള എക്യുപ്മെന്റുകളെ കുറിച്ചിട്ടാണ് കേട്ടോ. അതിനകത്ത് ഡയഗ്നോസ്റ്റിക് എക്യുപ്മെന്റുകൾ ഉണ്ട്, തെറാപ്യൂട്ടിക് എക്യുപ്മെന്റുകൾ ഉണ്ട്, മോണിറ്ററിംഗ് എക്യുപ്മെന്റുകൾ ഉണ്ട്, ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. അപ്പൊ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഡയഗ്നോസ്റ്റിക് എക്യുപ്മെന്റുകളാണ്. അതിൽ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് പറയുന്നത് BP അപ്പാരറ്റസ് ആണ്. എന്താണ് BP അപ്പാരറ്റസ്? BP അപ്പാരറ്റസ് എന്താ? BP അപ്പാരറ്റസ് കേട്ടിട്ടില്ലേ? BP അപ്പാരറ്റസ് എന്ത് നോക്കാനാണ് BP അപ്പാരറ്റസ് ഉപയോഗിക്കുന്നത്? ബ്ലഡ് പ്രഷർ നോക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? ബ്ലഡ് പ്രഷർ നോക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണിത് BP അപ്പാരറ്റസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം രണ്ട് രീതിയിലാണ്. ഒന്ന് സ്പിഗ്മോ മാനോമീറ്റർ എന്ന് പറയുന്ന ഒരു ഉപകരണമുണ്ട്. അതാണ് പണ്ട് മുതൽക്കേ നമ്മൾക്ക് ബ്ലഡ് പ്രഷർ നോക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഡിജിറ്റൽ ആയിട്ടുള്ള BP അപ്പാരറ്റസ് ഉണ്ട്. ഓക്കെ, അപ്പൊ രണ്ട് രീതിയിലാണ് ഉള്ളത് കേട്ടോ. അപ്പൊ ഒന്ന് BP അപ്പാരറ്റസ് ഒന്ന് നോട്ട് ചെയ്യുക കേട്ടോ. പറയട്ടെ, ഞാൻ എഴുതിയെടുക്കുമോ നിങ്ങള്? BP അപ്പാരറ്റസ് കേട്ടോ. It is the instrument. BP apparatus എന്ന ഹെഡിങ് കൊടുക്കുക. It is the instrument used to measure
It is the instrument used to measure a person's blood pressure. A person's blood pressure. എഴുതിയോ? രണ്ടാമത്തേതാണ് എൻഡോസ്കോപ്പ്. എൻഡോസ്കോപ്പ് കേട്ടിട്ടുണ്ട് എവിടെയെങ്കിലും? എൻഡോസ്കോപ്പ് വെച്ചിട്ട് എന്ത് പ്രൊസീജിയറാ നടത്തുന്നത്? എൻഡോസ്കോപ്പ് വെച്ചിട്ട് എന്ത് പ്രൊസീജിയറാ നടത്തുന്നത്? എന്ത് പ്രൊസീജിയറാ നടത്തുന്നത് എൻഡോസ്കോപ്പ് വെച്ചിട്ട്? ആ പ്രൊസീജിയറിന് ഒരു പേരുണ്ട്. എൻഡോസ്കോപ്പി കേട്ടിട്ടുണ്ടോ? അബ്ഡോമൻ പെയിൻ ആയിട്ടൊക്കെ ചെല്ലുമ്പോ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നതാണ് എന്ത്? എൻഡോസ്കോപ്പി അല്ലേ? സ്റ്റൊമക്ക്. ഓക്കെ. അപ്പൊ എൻഡോസ്കോപ്പി എന്ന് പറഞ്ഞാല് നമുക്കറിയാം അതില് ഒരു ലോങ് ട്യൂബ് വെച്ചിട്ടാണ് ചെയ്യുക അല്ലെ? അതിനകത്ത് ക്യാമറ, ലൈറ്റ്, ഇത്തരത്തിലുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ നമ്മുടെ ബോഡിയുടെ ഉള്ളില്, അതായത് നമ്മുടെ ഇൻസൈഡ് ദ ബോഡി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതും നമ്മൾക്ക് കാണാം, മോണിറ്ററിൽ കാണാനായിട്ട് പറ്റും അല്ലെ? ഓക്കെ. ട്യൂബ് ഇറക്കിയിട്ട് ടെസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ എൻഡോസ്കോപ്പി എന്ന് പറഞ്ഞാല്. അപ്പോ അതിനകത്ത് തിന്നായിട്ടുള്ള ക്യാമറ, ലൈറ്റിംഗ് സംവിധാനങ്ങളൊക്കെ ഉണ്ടാകും. മോണിറ്ററിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? അത് കാണാനായിട്ടും പറ്റും. അപ്പൊ എഴുതിക്കോളൂ, എൻഡോസ്കോപ്പ്. ഇത് ചെയ്യുന്ന ഉപകരണമാണ് എന്ത്? എൻഡോസ്കോപ്പ് എന്ന് പറയുന്നത് കേട്ടോ. Endoscope is a medical instrument. Endoscope is a medical instrument. Used to look, used to look, L-O-O-K, inside the body, look inside the body using camera and light. Using camera and light. Endoscope is a medical instrument used to look inside the body using camera and light. അപ്പൊ ഒരു ട്യൂബാണ് ഇറക്കുന്നതെന്ന് പറഞ്ഞല്ലേ? അപ്പൊ അതൊരു ലോങ് തിൻ ഫ്ലെക്സിബിൾ ട്യൂബാണ് കേട്ടോ. നമ്മുടെ ഉള്ളിലേക്ക് ഇറക്കുന്നത് ലോങ് തിൻ ഫ്ലെക്സിബിൾ ട്യൂബാണ്. ആ ട്യൂബിനുള്ളിലാണ് ക്യാമറയും ലൈറ്റിംഗ് സംവിധാനങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പൊ ക്യാമറ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സ്ക്രീനില് നമ്മുടെ അബ്ഡോമന്റെ പാർട്ടൊക്കെ കാണാനായിട്ട് സാധിക്കും. ക്ലിയർ ആണോ? എഴുതിയോ എല്ലാവരും? ഇനി നെക്സ്റ്റ് വൺ ആണ് പോർട്ടബിൾ എക്സ്റേ. പോർട്ടബിൾ എക്സ്റേ എന്ന് പറഞ്ഞാൽ എന്താണ്? പോർട്ടബിൾ മീനിങ് എന്താ? മൂവബിൾ. മൂവബിൾ ആണ് പോർട്ടബിളിന്റെ മീനിങ് വരുന്നത് കേട്ടോ. അപ്പൊ നമുക്കറിയാം, സാധാരണ നമ്മൾ ഒരു എക്സ്റേ എടുക്കുന്ന സമയത്ത് നമ്മൾ എങ്ങോട്ട് പോകണം? എങ്ങോട്ട് പോയാലാണ് നമുക്ക് എക്സ്റേ എടുക്കാൻ പറ്റുക? എക്സ്റേ റൂമിൽ പോണ്ടേ? എക്സ്റേ യൂണിറ്റിൽ പോണ്ടേ? അവിടെ ചെന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? എക്സ്റേ എടുക്കുക. പക്ഷെ നമുക്കറിയാം, നടക്കാൻ പറ്റാത്ത പേഷ്യൻസ്, കിടപ്പ് രോഗികളൊക്കെ ഉണ്ട് അല്ലെ? അപ്പൊ ഇത്തരത്തിലുള്ള പേഷ്യൻസിന് എന്ത് ചെയ്യാൻ പറ്റില്ല? അവിടെ ചെല്ലാനായിട്ട് സാധിക്കില്ല. അപ്പൊ എന്ത് ചെയ്യും? ഇവര് കിടക്കുന്ന സ്ഥലത്തേക്ക് ഈ പോർട്ടബിൾ എക്സ്റേ കൊണ്ടുവരും.
അതായത് ഈ എക്സ്റേ എന്ത് ചെയ്യാം, മൂവബിൾ ആണ്, നമുക്ക് കൊണ്ട് നടക്കാം ഇവിടെ. ഓക്കെ, അത്തരത്തിലുള്ള ഒരു മെഷീൻ ആണ് എന്ത്, പോർട്ടബിൾ എക്സ്റേ കേട്ടോ. രോഗി കിടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടു ചെന്നിട്ട് എക്സ്റേ എടുക്കാനുള്ള സൗകര്യം എന്തിനുണ്ട്, പോർട്ടബിൾ എക്സ്റേക്ക് ഉണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ഇത്രയും എടുത്താൽ മതി. ഞാൻ മൈക്ക് ഓൺ ചെയ്യാം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. യൂണിഡയറക്ഷണൽ ഫ്ലോ എന്ന് പറഞ്ഞുതരോ? ഉണ്ടായിരുന്നില്ലേ, ഷൈനി ഉണ്ടായിരുന്നില്ലേ? ടൈമിൽ അത് കട്ടായി പോയിട്ടുണ്ടായിരുന്നു. കട്ടായി പോയി അല്ലേ? ഓക്കെ. അതായത് ഷാനി, നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുന്ന സമയത്ത് നമ്മൾ ആദ്യം റിസപ്ഷൻ ഏരിയയിലേക്കാണ് ചെല്ലുന്നത് അല്ലേ, ആണോ? അതെ. റിസപ്ഷൻ ഏരിയയിൽ ചെന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, രജിസ്റ്റർ ചെയ്യും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ഡോക്ടറെ കാണാനായിട്ട് കൺസൾട്ടേഷൻ റൂമിൽ പോകും. അതിനുശേഷം നമ്മൾ ഫാർമസിയിലോട്ട് പോകും. അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്, നമ്മള് വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. ഓക്കെ, അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, ഒറ്റ ദിശയിലുള്ള ഒരു ഫ്ലോ ആണ്. അതായത് സെയിം ആയിട്ട്, അതായത് ഒരു സ്റ്റെപ്പ് കഴിഞ്ഞാലാണ് നമ്മൾ മറ്റൊരു സ്റ്റെപ്പ് പോകുക. അതായത് റിസപ്ഷനിൽ ചെന്നിട്ട് രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ ഡോക്ടറെ കാണുക. അത് കഴിഞ്ഞിട്ടാണ് ഫാർമസിയിലേക്ക് പോവുക. ഇതിനെയാണ് യൂണി ഡയറക്ഷണൽ ഫ്ലോ എന്ന് പറയുന്നത്. ഒരിക്കലും ഹോസ്പിറ്റലിൽ എന്ത് ചെയ്യില്ല, ആദ്യം ചെന്നിട്ട് ഒരു പേഷ്യന്റ് ആദ്യം ചെന്നിട്ട് ഡോക്ടറെ കണ്ട് അതായത് ഒരിക്കലും ഒരു പേഷ്യന്റ് ആദ്യം ചെന്നിട്ട് മരുന്ന് മേടിക്കില്ല. മരുന്ന് മേടിച്ചു കഴിഞ്ഞിട്ട് ഡോക്ടറെ കാണില്ല. ഡോക്ടറെ കണ്ടു കഴിഞ്ഞിട്ട് രജിസ്ട്രേഷൻ ചെയ്യില്ല. ഓക്കെ, ഇത്തരത്തിൽ സംഭവിക്കോ, റിവേഴ്സ് ആയിട്ട് സംഭവിക്കോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. സംഭവിക്കില്ല. അപ്പോ ഹോസ്പിറ്റലിന് ഓരോ കാര്യങ്ങളും ചെയ്യുന്നതിന് ഒരു ഫ്ലോ ഉണ്ട്, സെയിം ആയിട്ട്. അതായത് ഒരേ ദിശയിലുള്ള ഫ്ലോ ആണ്. നമ്മൾ അത് രജിസ്റ്റർ ചെയ്യുന്നു, അതിനുശേഷം ഡോക്ടറെ കാണുന്നു, അതിനുശേഷം മരുന്ന് മേടിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു ഫ്ലോയിനെയാണ് യൂണി ഡയറക്ഷണൽ ഫ്ലോ എന്ന് പറയുന്നത്. മനസ്സിലായോ? എറണാകുളത്തുള്ള എത്ര പേരുണ്ട് ഇതിനകത്ത്? എറണാകുളം ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. എറണാകുളം ഡിസ്ട്രിക്റ്റിലുള്ള ആരെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. മാം, അതിന്റെ അടിയിലുള്ള സ്കോപ്പ് ഓഫ് എക്സ്പാൻഷനും കൂടെ ഒന്ന് പറയോ? സ്കോപ്പ് ഓഫ് എക്സ്പാൻഷൻ അതായത് വിസ്തൃതമായിട്ടുള്ള ഏരിയ ആയിരിക്കും OPD. എക്സ്പാൻഷൻ ഉണ്ടാവുന്നത് വളരെ വിസ്തൃതമായിട്ടുള്ള ഒരു ഏരിയ, അതിനെയാണ് സ്കോപ്പ് ഓഫ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത് കേട്ടോ. വൈഡ് ആയിട്ടുള്ള ഏരിയ, അതാണ് വൈഡ് ആയിട്ടുള്ള ഒരു. അതെ തന്നെ, വൈഡ് ആയിട്ടുള്ള ഏരിയ, ധാരാളം സ്ഥലം ഉണ്ടായിരിക്കും. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ, ഓക്കെ. അപ്പൊ വൈൻഡപ്പ് ചെയ്യട്ടെ എന്നാ. നിങ്ങൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ, മൺഡേ കാണാം. Okay, thank you, ma'am. Thank you. Thank you very much, ma'am. Okay, thank you so much.